സെനറ്റിന്റെ ഇന്നത്തെ ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ എൻവയോൺമെന്റൽ സാനിറ്റേഷൻ ആയിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. ഓക്കെ, എൻവയോൺമെന്റൽ സാനിറ്റേഷനിൽ നമ്മൾ ലാർജ് സ്കെയിൽ പ്യൂരിഫിക്കേഷൻ ഓഫ് വാട്ടർ അവിടെ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് പഠിക്കാനായിട്ടുള്ളത് സ്മോൾ സ്കെയിൽ പ്യൂരിഫിക്കേഷൻ ഓഫ് വാട്ടർ. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് എക്സാം ടൈം ടേബിൾ ഒക്കെ വന്നു, ഡേറ്റും വന്നു. അപ്പൊ എല്ലാവരും വേഗം പഠിച്ചു തുടങ്ങിക്കോ. ഇതുവരെ പഠിക്കാത്തവരും പഠിച്ചു തുടങ്ങിക്കോണം കേട്ടല്ലോ. നിങ്ങൾക്ക് ഇനി ടൈം ഇല്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്മോൾ സ്കെയിൽ പ്യൂരിഫിക്കേഷൻ ഓഫ് വാട്ടറിനെ പറ്റിയിട്ടാ. ഓക്കെ, എന്താടാ സ്മോൾ സ്കെയിൽ പ്യൂരിഫിക്കേഷൻ ഓഫ് വാട്ടർ എന്ന് പറയുന്നത്? ചെറിയ തോതിൽ നമ്മൾ എന്തിനെ പ്യൂരിഫൈ ചെയ്യാൻ നോക്കുകയാണ്? വെള്ളത്തെ പ്യൂരിഫൈ ചെയ്യാനായിട്ട് നോക്കുകയാണ്. ഓക്കെ, അതിന് മെയിൻ ആയിട്ട് എത്ര മെത്തേഡ് ഉണ്ട്? 2 മെത്തേഡ്സ് ആണ് ഉള്ളത്. ഏതൊക്കെയാ? ഹൗസ് ഹോൾഡ് പ്യൂരിഫിക്കേഷൻ ഓഫ് വാട്ടറും ഡിസ്ഇൻഫെക്ഷൻ ഓഫ് വെൽസും. ഓക്കെ, ഹൗസ് ഹോൾഡ് പ്യൂരിഫിക്കേഷൻ ഓഫ് വാട്ടർ എന്ന് വെച്ചാൽ എന്താ? നമ്മൾ വീടിനുള്ളില് വെള്ളത്തെ എങ്ങനെയൊക്കെ പ്യൂരിഫൈ ചെയ്യുന്നു. പിന്നെ ഉള്ളത് നമ്മുടെ വീട്ടിന് പുറത്തുള്ള കിണറിന്റെ ഡിസ്ഇൻഫെക്ഷൻ. ഓക്കെ, ഹൗസ് ഹോൾഡ് പ്യൂരിഫിക്കേഷൻ ഓഫ് വാട്ടറിൽ തന്നെ നമ്മൾ മെയിൻ ആയിട്ട് വീടുകളിൽ ചെയ്യുന്ന 3 മെത്തേഡാണ് ഉള്ളത്: ബോയിലിംഗ്, കെമിക്കൽ ഡിസ്ഇൻഫെക്ഷൻ ആൻഡ് ഫിൽട്രേഷൻ. ഓക്കെ, അപ്പൊ ഇതൊക്കെ എന്താണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമ്മൾ നെക്സ്റ്റ് സ്ലൈഡുകളിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് പോവാം. ഓക്കെ, അപ്പോ ഫസ്റ്റ് മെത്തേഡ് ഏതാ? ഹൗസ് ഹോൾഡ് പ്യൂരിഫിക്കേഷൻ ഓഫ് വാട്ടറിലെ ഫസ്റ്റ് മെത്തേഡ് ആണ് ബോയിലിംഗ്. എന്താടാ ബോയിലിംഗ്? നമുക്കറിയാം, വെള്ളം തിളപ്പിക്കുക. നമ്മുടെയൊക്കെ വീടുകളിൽ എല്ലാവരും ചെയ്യുന്ന ഒരു പ്രോസസ് ആണ്. വെള്ളത്തെ തിളപ്പിച്ചതിനെ എന്ത് ചെയ്യുക? പ്യൂരിഫൈ ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ ഫസ്റ്റ് പോയിന്റ് തന്നെ എന്താ? ഇറ്റ് ഈസ് എ എക്സലന്റ് മെത്തേഡ് ഓഫ് വാട്ടർ പ്യൂരിഫിക്കേഷൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് സെന്റൻസ്. ഓക്കെ, നമ്മള് ഈ വെള്ളം തിളപ്പിച്ച് അതിലുള്ള ബാക്ടീരിയാസ്, വൈറസസ്, ഓവ ഇൻക്ലൂഡിങ് ദ സ്പോർസ്, അതായത് സ്പോറുകളെയും കില്ല് ചെയ്യണമെങ്കിൽ എത്ര മിനിറ്റ് വെള്ളം തിളപ്പിക്കണമെന്നാ പറയുന്നത്? 20 മിനിറ്റ് നമ്മൾ എന്ത് ചെയ്യണം? വെള്ളം തിളപ്പിച്ചിരിക്കണം. ഓക്കെ, എന്നിരുന്നാൽ മാത്രമേ നമുക്ക് കംപ്ലീറ്റ് സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള ഒരു വാട്ടർ കിട്ടത്തുള്ളൂ. ഇനി തിളപ്പിക്കുന്നത് കൊണ്ട് എന്താ വേറൊരു ഉപയോഗം? ടു റിമൂവ് ദ ടെമ്പററി ഹാർഡ്നെസ് ഓഫ് വാട്ടർ. നമ്മുടെ വെള്ളത്തിന്റെ ടെമ്പററി ഹാർഡ്നെസ് മാറ്റുന്നതിനും ഇതെന്ത് ചെയ്യുന്നുണ്ട്? സഹായിക്കുന്നുണ്ട്. ഇനി അതിന്റെ ഒരേ ഒരു ഡീമെറിറ്റ് എന്താ? നോ റെസിഡുവൽ പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് സബ്സീക്വന്റ് മൈക്രോബിയൽ കണ്ടാമിനേഷൻ. നമ്മൾ പഠിച്ചു, ക്ലോറിനേഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്തുണ്ട്? ഒരു റെസിഡുവൽ പ്രൊട്ടക്ഷൻ. വീണ്ടും ആ ഒരു വാട്ടർ കണ്ടാമിനേറ്റഡ് ആയ ആ ഒരു പ്രൊട്ടക്ഷൻ കിട്ടും. എന്നാൽ നമ്മൾ തിളപ്പിച്ച വെള്ളത്തിലോട്ട് വീണ്ടും പച്ചവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അതെന്താകും? വീണ്ടും കണ്ടാമിനേറ്റഡ് ആകും. അവിടെ എന്തില്ല? റെസിഡുവൽ പ്രൊട്ടക്ഷൻ ഇല്ല. ഓക്കെ, അപ്പൊ അതാണ് ഫസ്റ്റ് മെത്തേഡ്, ബോയിലിംഗ്. ഓക്കെ, ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് PSC പോയിന്റ് ഓഫ് വ്യൂവിൽ ആ 20 മിനിറ്റ്സ് നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, ഇനി നെക്സ്റ്റ് മെത്തേഡ് എന്താ? കെമിക്കൽ ഡിസ്ഇൻഫെക്ഷൻ. നമ്മൾ പല കെമിക്കൽസ് യൂസ് ചെയ്തിട്ട് എന്തിനെ ഡിസ്ഇൻഫെക്ട് ചെയ്യാൻ നോക്കുകയാണ്? വെള്ളത്തിനെ ഡിസ്ഇൻഫെക്ട് ചെയ്യാനായിട്ട് നോക്കുകയാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് നമ്മുടെ എന്ത് തന്നെയാ? ബ്ലീച്ചിങ് പൗഡർ. ഓക്കെ, ബ്ലീച്ചിങ് പൗഡറിന്റെ വേറൊരു പേരാണ് സ്റ്റെബിലൈസ്ഡ് ബ്ലീച്ച് അല്ലെങ്കിൽ ക്ലോറിനേറ്റഡ് ലൈം എന്ന് പറയും. ഓക്കെ, ഇതെന്താടാ? ഇതൊരു അമോർഫസ് പൗഡറാ വിത്ത് പഞ്ചന്റ് സ്മെൽ ഓഫ് ക്ലോറിൻ. അതായത് ക്ലോറിന്റെ വളരെ രൂക്ഷമായ ഗന്ധമുള്ള ഒരു അമോർഫസ് പൗഡർ ആണ് എന്തെന്ന് പറയുന്നത്? ബ്ലീച്ചിങ് പൗഡർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ബ്ലീച്ചിങ് പൗഡർ ഫ്രഷ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ അതിലുള്ള അവൈലബിൾ ക്ലോറിന്റെ അളവ് എത്രയാടാ? 33%. അതിൽ എന്ത് കാണും? അവൈലബിൾ ക്ലോറിൻ കാണും. പഠിച്ചു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇനി ഓൺ എക്സ്പോഷർ ടു എയർ ഓർ മോയ്സ്ചർ ഇറ്റ് ലോസസ് ഇറ്റ്സ് ക്ലോറിൻ കണ്ടന്റ്. ഇനി നമുക്ക് തന്നെ അറിയാം, ബ്ലീച്ചിങ് പൗഡർ ശരിയായ രീതിയിൽ നമ്മൾ അടച്ചു വെച്ചില്ല, അതിൽ ഈർപ്പം തട്ടിക്കഴിഞ്ഞാൽ അതിലെ ക്ലോറിൻ കണ്ടന്റ് എന്ത് ചെയ്യും? പതിയെ പതിയെ ലോസ് ആയി തുടങ്ങും. ഓക്കെ, അതുകൊണ്ട് അങ്ങനെ ലോസ് ആകാതിരിക്കാനായിട്ടാണ് നമ്മൾ ഈ ക്യുക്ക് ലൈം, കാൽഷ്യം ഓക്സൈഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്യുക്ക് ലൈം എന്ന് പറയുന്നത്. അതുമായിട്ട് മിക്സ് ചെയ്താണ് എപ്പോഴും ബ്ലീച്ചിങ് പൗഡർ ഇരിക്കുന്നത്. ഓക്കെ, അപ്പോ അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ക്ലോറിനേറ്റഡ് ലൈം എന്ന് പറയുന്നത്. അതിൽ ഡിസ്ഇൻഫെക്ഷൻ പ്രോപ്പർട്ടി ഉള്ളത് ആർക്കാണ്? ക്ലോറിൻ ആണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മളിത് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വേണം വെക്കാനായിട്ട് ഉള്ളത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് കെമിക്കൽ, ബ്ലീച്ചിങ് പൗഡർ. സെക്കൻഡ് ബ്ലീച്ചിങ് പൗഡറിന്റെ ഒരു പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എല്ലാരും കണ്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, സെക്കൻഡ് വൺ ആണ് ക്ലോറിൻ സൊല്യൂഷൻ. ഓക്കെ, അപ്പൊ ഈ ക്ലോറിൻ സൊല്യൂഷനും നമ്മൾ തയ്യാറാക്കുന്നത് ഏതെന്ന് തന്നെയാണ്? ബ്ലീച്ചിങ് പൗഡർ എന്ന് തന്നെയാണ് ക്ലോറിൻ സൊല്യൂഷനും തയ്യാറാക്കുന്നത്. എങ്ങനെയാണ്? 4 കിലോ ബ്ലീച്ചിങ് പൗഡർ, അതായത് 25% അവൈലബിൾ ക്ലോറിൻ അടങ്ങിയിട്ടുള്ള 4 കിലോഗ്രാം ബ്ലീച്ചിങ് പൗഡർ 20 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്താൽ നമുക്ക് എത്ര ശതമാനം ക്ലോറിൻ സൊല്യൂഷൻ കിട്ടും?
5% ക്ലോറിൻ സൊല്യൂഷൻ. മനസ്സിലായി? അതായത് 5% ക്ലോറിൻ സൊല്യൂഷൻ തയ്യാറാക്കാനായിട്ട് 25% അവൈലബിൾ ക്ലോറിൻ ഉള്ള 4 കിലോ ബ്ലീച്ചിങ് പൗഡർ 20 ലിറ്റർ വെള്ളത്തിൽ എന്ത് ചെയ്യണം? കലക്കി എടുക്കണം. ഇതും നമ്മൾ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ വേണം എന്ത് ചെയ്യാനായിട്ടുള്ളത്? കീപ്പ് ചെയ്യാനായിട്ട് ഉള്ളത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ക്ലോറിൻ സൊല്യൂഷൻ. അതും കഴിഞ്ഞു. അടുത്ത കെമിക്കൽ ഏതാ? ഹൈ ടെസ്റ്റ് ഹൈപ്പോക്ലോറൈറ്റ് ഓർ പെർക്ലോറോൺ. പഠിക്കണം. പലതവണ PSCക്കും അതുപോലെ തന്നെ നിങ്ങളുടെ പബ്ലിക് എക്സാമിനും ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. HTH അതിന്റെ ഫുൾ ഫോം എഴുതാനായിട്ട് ചോദിക്കും. അതുപോലെ തന്നെ ഇതിന്റെ പെർക്ലോറോൺ എന്താണത്? ഇറ്റ് ഈസ് എ കാൽഷ്യം കോമ്പൗണ്ട് കണ്ടെയ്ൻസ് 60 to 70% of available chlorine, more stable and powerful form than bleaching powder. ഇതെന്താണ്? ഇത് ഒരു കാൽഷ്യം കോമ്പൗണ്ട് ആണ്. ഇതിൽ 60 മുതൽ 70% വരെ എന്തടങ്ങിയിട്ടുണ്ട്? അവൈലബിൾ ക്ലോറിൻ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്ലീച്ചിങ് പൗഡറിനെ കാട്ടിയിട്ടും കുറച്ചുകൂടി സ്റ്റേബിൾ, സ്ഥിരതയുള്ളതും പവർഫുൾ ആയിട്ടുള്ളതും ഏതാണ്? ഈ പറഞ്ഞ ഹൈ ടെസ്റ്റ് ഹൈപ്പോക്ലോറൈറ്റ് അല്ലെങ്കിൽ എന്ത്? പെർക്ലോറോൺ ആണ്. ഓക്കെ, അപ്പൊ ഇത് പഠിക്കണം. നിങ്ങൾക്ക് 1 മാർക്കിന് എന്തായാലും ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഷുവർ ആയിട്ട് ചോദിക്കും. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് കെമിക്കൽ ഏതാണെന്ന് നോക്കാം. ഇവിടെ കാൽഷ്യം ഹൈപ്പോക്ലോറൈറ്റിന്റെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പെർക്ലോറോൺ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ ഹൗസ് ഹോൾഡ് പ്യൂരിഫിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കെമിക്കലാണ് ക്ലോറിൻ ടാബ്ലറ്റ് അല്ലെങ്കിൽ ഹാലസോൺ ടാബ്ലറ്റ് എന്ന് പറയും. ഓക്കെ, ഇതാണ് നമ്മുടെ ക്ലോറിൻ ടാബ്ലറ്റ് അല്ലെങ്കിൽ ഹാലസോൺ ടാബ്ലറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ സ്മോൾ ക്വാണ്ടിറ്റീസ് ഓഫ് വാട്ടർ ഡിസിൻഫെക്ട് ചെയ്യുന്നതിനാണ് ഇത് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇതിന്റെ ഒരു ഡിമെറിറ്റ് എന്ന് പറയുന്നത് ഇത് കുറച്ചെന്താ എക്സ്പെൻസീവ് ആണ്. സാധാരണക്കാർക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? അഫോർഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇത് ഡെവലപ്പ് ചെയ്തത് നീരി എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. നീരിയുടെ ഫുൾ ഫോം പഠിച്ചു വെക്കണം. നാഷണൽ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, നാഗ്പൂരിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ നീര് ഡെവലപ്പ് ചെയ്ത ഒരു ടാബ്ലറ്റ് ആണ് ഇത് ക്ലോറിൻ ടാബ്ലറ്റ്. നമ്മൾ ഇനിയും പഠിക്കും. നീര് ഡെവലപ്പ് ചെയ്ത വേറൊരു മെത്തേഡ് ഇനി പഠിക്കും. ഓക്കെ, അപ്പൊ ഇത് രണ്ടും എന്താണ്? നീര് ഡെവലപ്പ് ചെയ്തതാണ്. ഓക്കെ, ഇനി 0.5 gram ഓഫ് ക്ലോറിൻ ടാബ്ലറ്റ് ഈസ് സഫിഷ്യന്റ് ടു ഡിസിൻഫെക്ട് 20 ലിറ്റർ ഓഫ് വാട്ടർ. അതായത് 20 ലിറ്റർ വെള്ളം ഡിസിൻഫെക്ട് ചെയ്യാൻ നമുക്ക് 0.5 ഗ്രാമിന്റെ ഒരു ക്ലോറിൻ ടാബ്ലറ്റ് മതിയാകും. അപ്പൊ സൂപ്പർ ക്ലോറിനേഷൻ ആണെങ്കിൽ എത്ര വേണം? അതിന്റെ ഇരട്ടി 1 gram ക്ലോറിൻ ടാബ്ലറ്റ് ആണ് 20 ലിറ്റർ വെള്ളം ഡിസിൻഫെക്ട് ചെയ്യാൻ എന്തിലാവശ്യം? സൂപ്പർ ക്ലോറിനേഷന് ആവശ്യം. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയേ ഉള്ളൂ ക്ലോറിൻ ടാബ്ലറ്റ് ഓർ ഹാലസോൺ ടാബ്ലറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ ഈ ഹൈലൈറ്റ് ചെയ്ത് റെഡി കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കി വെക്കണം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് കെമിക്കൽ നോക്കാം. നെക്സ്റ്റ് കെമിക്കലാ അയഡിൻ. അയഡിൻ ഇവിടെ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ, 1 വേർഡിനും അതുപോലെ തന്നെ PSCക്കും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എമർജൻസി ഡിസിൻഫെക്ഷൻ ഓഫ് വാട്ടറിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കെമിക്കൽ ഏതാണ്? ഏതാണ്? അയഡിൻ ആണ് എമർജൻസി ഡിസിൻഫെക്ഷൻ ഓഫ് വാട്ടർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോ ഇത് എങ്ങനെ യൂസ് ചെയ്യും? 2 drops of 2% tincture iodine is sufficient for disinfecting 1 liter of water. Okay, 1 ലിറ്റർ വാട്ടർ ഡിസിൻഫെക്ട് ചെയ്യാനായിട്ട് 2% 2 drops tincture iodine മതിയാകും. ഇതിന്റെ ഒരു കോണ്ടാക്ട് പീരീഡ് പറയുന്നുണ്ട് ഡിസിൻഫെക്ഷന് 20 to 30 minutes. ഇതിന്റെ ഒരു ഡിമെറിറ്റ് എന്ന് പറയുന്നതും ഇതിനും കോസ്റ്റ് കൂടുതലാണ്. അതുപോലെ തന്നെ നമുക്ക് അറിയാം അയഡിൻ എന്ന് പറയുന്നത് തൈറോയിഡ് ആക്ടിവിറ്റി ഒക്കെ ഉണ്ടാക്കുന്നതാണ്. അപ്പൊ അതാണ് ഇതിന്റെ ഒരു ഡിമെറിറ്റ്. അല്ലാത്ത പക്ഷം നമുക്കൊരു എമർജൻസി ഡിസിൻഫെക്ഷൻ ആയിട്ട് നമുക്ക് അയഡിൻ യൂസ് ചെയ്യാം. അടുത്ത കെമിക്കലാണ് പൊട്ടാഷ്യം പെർമാംഗനേറ്റ്. ഓക്കെ, പൊട്ടാഷ്യം പെർമാംഗനേറ്റ് എല്ലാവർക്കും അറിയാം. നമ്മൾ ലാബിലൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു പർപ്പിൾ കളറിലുള്ള ഒരു കെമിക്കലാ എന്ത്? പൊട്ടാഷ്യം പെർമാംഗനേറ്റ് എന്ന് പറയുന്നത്. ഇതെന്താ? നമ്മൾ ഒരു സമയത്ത് ഒരു സ്ട്രോങ് ഡിസിൻഫെക്റ്റിംഗ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നതാ. പക്ഷെ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യത്തില്ല, ഇതധികം റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം എന്താ കാരണം? നമുക്കറിയാം നമ്മളൊരു ഡിസിൻഫെക്ഷന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന കെമിക്കലിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചപ്പോൾ നമ്മളൊരു ക്രൈറ്റീരിയ ആയിട്ട് പറഞ്ഞതാണ് അത് ആ വെള്ളത്തിന് പ്രത്യേകിച്ച് കളറോ സ്മെല്ലോ ഒന്നും ഇമ്പാർട്ട് ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പൊട്ടാഷ്യം പെർമാംഗനേറ്റ് വെള്ളത്തിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എന്ത് ചെയ്യും? വിബ്രിയോ കോളറ പോലുള്ള ബാക്ടീരിയാസിനെയും മറ്റ് വൈറസുകളെയൊക്കെ കില്ല് ചെയ്യും. പക്ഷേ ഇത് ആ വെള്ളത്തിന് എന്ത് കൊടുക്കും? ഒരു
കളർ കൊടുക്കും. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഇത് ഇപ്പൊ അധികം എന്ത് ചെയ്യാത്തത്, യൂസ് ചെയ്യാത്തത്. പക്ഷെ ഇതെന്താണ്, ഒരു സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് കൂടിയിട്ടാണ്. ഓക്കെ, ഓൾസോ ആൾട്ടർ ദ കളർ, സ്മെൽ ആൻഡ് ടേസ്റ്റ് ഓഫ് വാട്ടർ. കളറും മാറ്റും, സ്മെല്ലും മാറ്റും, ടേസ്റ്റും എല്ലാം മാറ്റും. ഓക്കെ, എല്ലാത്തിനെയും നശിപ്പിക്കുമെങ്കിലും വെള്ളത്തിന് വേറെ കളറും സ്മെല്ലും ടേസ്റ്റ് ഒക്കെ വന്നുള്ള ഒരു അവസ്ഥ ആലോചിച്ച് നോക്ക്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മളിപ്പോ ഇത് അങ്ങനെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ അപ്പൊ കെമിക്കൽ ഡിസ്ഇൻഫെക്ഷനിൽ മെയിൻ ആയിട്ടും ഇത്രയാണ് വന്നത്. അപ്പോൾ ഹൗസ് ഹോൾഡ് പ്യൂരിഫിക്കേഷൻ ഓഫ് വാട്ടറിൽ നമ്മൾ ഫസ്റ്റ് ബോയിലിംഗ് പറഞ്ഞു, രണ്ടാമത്താണ് കെമിക്കൽ ഡിസ്ഇൻഫെക്ഷൻ. അതിൽ നമ്മൾ പറഞ്ഞതാണ് ബ്ലീച്ചിങ് പൗഡർ, ക്ലോറിൻ സൊല്യൂഷൻ, പെർക്ലോറോൺ, ഹാലസോൺ ടാബ്ലറ്റ്, അയഡിൻ ആൻഡ് പൊട്ടാഷ്യം പെർമാംഗനേറ്റ്. ഓക്കെ, അതത്രയും കെമിക്കൽ ഡിസ്ഇൻഫെക്ഷനിൽ വരുന്നത്. ഇനി ഹൗസ് ഹോൾഡ് പ്യൂരിഫിക്കേഷൻ ഓഫ് വാട്ടറിൽ മൂന്നാമത്തെ മെത്തേഡാണ് ഫിൽട്രേഷൻ. ഫിൽട്രേഷൻ നമുക്കറിയാം എന്താണ്, അരിച്ചെടുക്കുക, വെള്ളത്തെ അരിച്ചെടുക്കുന്ന പ്രക്രിയയാണ് ഇത്. ഓക്കെ, അപ്പൊ മെയിൻ ആയിട്ട് 3 ടൈപ്പ് ഫിൽറ്റേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഏതൊക്കെയാ? പാസ്ചർ ചേംബർലാൻഡ് ഫിൽറ്റർ, ബെർക്കിഫീൽഡ് ഫിൽറ്റർ ആൻഡ് കാറ്റലിൻ ഫിൽറ്റർ. ഓക്കെ, ഇത്രയും 3 ഫിൽറ്റേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒരു ഫിൽറ്ററിന്റെ എസെൻഷ്യൽ പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ കാൻഡിൽ. ഓക്കെ, കാൻഡിൽ എന്നും പറഞ്ഞ ഈ ഫിൽറ്ററിൽ ഒരു സ്ട്രക്ചർ ഉണ്ട്. അതാണ് ഒരു ഫിൽറ്ററിന്റെ എസെൻഷ്യൽ പാർട്ട്. ഇത് നിങ്ങൾ പഠിച്ചു വെക്കണം, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് എന്താ പരീക്ഷയ്ക്ക് വിച്ച് ഈസ് ദ എസെൻഷ്യൽ പാർട്ട് ഓഫ് എ ഫിൽറ്റർ, ചിലപ്പോ അത് ചേംബർലാൻഡ് ഫിൽറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾ പോർസലൈൻ എന്ന് എഴുതരുത്, അതിന്റെ ഉത്തരം എന്തെന്ന് വേണം എഴുതാം, കാൻഡിൽ. കാൻഡിൽ ആണ് ഒരു ഫിൽറ്ററിന്റെ എസെൻഷ്യൽ പാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ദ കാൻഡിൽ ഇൻ ദ ചേംബർലാൻഡ് ഫിൽറ്റർ ഈസ് മെയ്ഡ് ഓഫ് പോർസലൈൻ. ഈ ഫിൽറ്റർ നിർമ്മിച്ചിട്ടുള്ളത് ഏത് മെറ്റീരിയൽ വെച്ചിട്ടാണെന്ന് ചോദിക്കുമ്പോഴാണ് നിങ്ങൾ ആ മെറ്റീരിയലിന്റെ പേര് എഴുതാനുള്ളത്. ഓക്കെ, അല്ലാതെ എസെൻഷ്യൽ പാർട്ട് ഓഫ് എ ഫിൽറ്റർ എപ്പോ ചോദിച്ചു കഴിഞ്ഞാലും അതിന്റെ ആൻസർ എന്ത് തന്നെയായിരിക്കും, കാൻഡിൽ എന്ന് തന്നെ എഴുതണം. ഓക്കെ, അപ്പോ ചേംബർലാൻഡ് ഫിൽറ്ററിന്റെ കാൻഡിൽ നിർമ്മിച്ചിട്ടുള്ളത് ഏത് മെറ്റീരിയൽ വെച്ചിട്ടാ? പോർസലൈൻ എന്ന് പറയുന്ന മെറ്റീരിയൽ വെച്ചിട്ട്. അത് നമ്മൾ ഈ മൺപാത്രമൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് മെറ്റീരിയൽ ആണ്. ഓക്കെ, ഇനി ബെർക്കിഫീൽഡ് ഫിൽറ്ററിന്റെ കാൻഡിൽ നിർമ്മിച്ചിട്ടുള്ളത് ഇൻഫ്യൂസോറിയൽ എർത്ത് വെച്ചിട്ടാണ്. ഇനി കാറ്റലിൻ ഫിൽറ്ററിന്റെ കാൻഡിലോ, അത് ഒരു സിൽവർ കാറ്റലിസ്റ്റ് വെച്ചിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഈ സിൽവർ കാറ്റലിസ്റ്റ് ആ ഫിൽറ്ററിന്റെ പുറത്ത് എന്ത് ചെയ്തിരിക്കും, കോട്ട് ചെയ്തിരിക്കും. അതുകൊണ്ട് ഇതുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന ബാക്ടീരിയ എന്ത് ചെയ്യും, ഈ സിൽവർ അയോൺസിന്റെ ആക്ഷൻ മൂലം അവിടെ കിൽ ചെയ്ത് പോകും. ഓക്കെ, ഇനി ഈ കാൻഡിൽ, ഈ ഫിൽറ്ററിൽ കാണപ്പെടുന്ന ഈ കാൻഡിൽ സാധാരണ ബാക്ടീരിയയെ മാത്രമാണ് റിമൂവ് ചെയ്യുന്നത്. അതെന്തിന് റിമൂവ് ചെയ്യത്തില്ല? വൈറസുകളെ റിമൂവ് ചെയ്യത്തില്ല. അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റാ. നമുക്ക് ഫിൽറ്റേഴ്സ് യൂസ് ചെയ്ത് ബാക്ടീരിയനെ മാത്രമേ റിമൂവ് ചെയ്യാൻ പറ്റൂ. എന്തിനെ റിമൂവ് ചെയ്യാൻ പറ്റത്തില്ല? വൈറസുകളെ റിമൂവ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, കണ്ടോ, ഇതാ 3 ടൈപ്പ് ഫിൽറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, പിക്ചർ കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഒരു അഡ്വാൻസ്ഡ് ഫോം ആയിട്ട് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് കാറ്റലിൻ ഫിൽറ്റേഴ്സ് ആണ്. ഓക്കെ, അല്ല സെന്ററിൽ കാണപ്പെടുന്ന ആ ഒരു പാർട്ടാണ് അതിന്റെ കാൻഡിൽ എന്ന് പറയുന്നത്. ഫസ്റ്റ് പിക്ചറിൽ സെന്ററിൽ ഒരു പാർട്ട് ഉണ്ട്, അതാണ് അതിന്റെ കാൻഡിൽ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, ഹൗസ് ഹോൾഡ് മെത്തേഡ് പ്യൂരിഫിക്കേഷനിൽ തന്നെ വരുന്ന വേറൊരു മെത്തേഡാണ് മൾട്ടി സ്റ്റേജ് റിവേഴ്സ് ഓസ്മോസിസ് പ്യൂരിഫിക്കേഷൻ ഓഫ് വാട്ടർ, റിവേഴ്സ് ഓസ്മോസിസ് പ്ലാന്റ് എന്ന് പറയും. ഓക്കെ, അപ്പോ ഇതെന്തിനാ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിനെ കെമിക്കലി മൈക്രോബയോളജിക്കലി, അതായത് കെമിക്കൽ പരമായിട്ടും മൈക്രോബയോളജിക്കൽ പരമായിട്ടും വെള്ളത്തെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് റിവേഴ്സ് ഓസ്മോസിസ് പ്ലാന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എങ്ങനെയാ അത് ശുദ്ധീകരിക്കുന്നത്? ബൈ റെഡ്യൂസിങ് ദ ടോട്ടൽ ഡിസോൾവ്ഡ് സോളിഡ്, ഹാർഡ്നെസ്, ഹെവി മെറ്റൽ ആൻഡ് ഡിസീസ് കോസിംഗ് ബാക്ടീരിയ, വൈറസ്, പ്രോട്ടോസോവ ആൻഡ് സിസ്റ്റ്. ഓക്കെ, അപ്പൊ ഈ റിവേഴ്സ് ഓസ്മോസിസ് പ്ലാന്റിന് മെയിൻ ആയിട്ട് 2 പാർട്ടാണുള്ളത്. ഒന്നാമത്തെ പാർട്ടാണ് ക്ലാരിറ്റി കാർട്രിഡ്ജ് എന്ന് പറയും. ഓക്കെ, ഈ ക്ലാരിറ്റി കാർട്രിഡ്ജ് എന്ന് പറയുന്നത് ഈ വെള്ളത്തിലുള്ള മഡ്, സാൻഡ്, ഡസ്റ്റ് തുടങ്ങിയ പാർട്ടിക്കിൾസിനെ, സസ്പെൻഡഡ് പാർട്ടിക്കിൾസിനെ എന്ത് ചെയ്യും? റിമൂവ് ചെയ്യും. ഇനി രണ്ടാമത്തെ പാർട്ടാണ് ഏത്? റിവേഴ്സ് ഓസ്മോസിസ് കാർട്രിഡ്ജ് എന്ന് പറയുന്നത്. ഈ റിവേഴ്സ് ഓസ്മോസിസ് കാർട്രിഡ്ജ് എന്ന് പറയുന്ന ആ ഒരു പാർട്ടാണ് എന്തിനെയൊക്കെ റെഡ്യൂസ് ചെയ്യുന്നത്? ടോട്ടൽ ഡിസോൾവ്ഡ് സോളിഡ്സ്, hardness, heavy metals like arsenic, lead, mercury and eliminate all the pathogenic microorganisms. Okay,
അപ്പോൾ RO പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ വെള്ളത്തെ കെമിക്കലിയും മൈക്രോബയോളജിക്കലിയും പോർട്ടബിൾ ആക്കി മാറ്റാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ്. അവിടെ എന്തിന്റെയൊക്കെ കാര്യത്തിലാണ് അത് റെഡ്യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ TDS, ടോട്ടൽ ഡിസോൾവ്ഡ് സോളിഡ്, ഹാർഡ്നെസ്, ഹെവി മെറ്റൽസ് ആൻഡ് അതർ പാത്തോജനിക് ഓർഗാനിസം. ഇതിന് 2 പാർട്ട് ഉണ്ട്, ക്ലാരിറ്റി കാർട്രിഡ്ജും റിവേഴ്സ് ഓസ്മോസിസ് കാർട്രിഡ്ജും. ഇത് നിങ്ങൾക്ക് ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് പാർട്ടിലോട്ട് പോവാം. അപ്പോൾ ഹൗസ് ഹോൾഡ് പ്യൂരിഫിക്കേഷൻ ഓഫ് വാട്ടർ എന്ന് പറയുന്നത് കഴിഞ്ഞു. ഇനി സ്മോൾ സ്കെയിൽ പ്യൂരിഫിക്കേഷൻ ഓഫ് വാട്ടറിലുള്ളത് ഏതാ? ഡിസ്ഇൻഫെക്ഷൻ ഓഫ് വെൽസ് ആണ് ഉള്ളത്. ഓക്കെ, നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മളൊക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ത്? കിണറിനെ ഡിസ്ഇൻഫെക്ട് ചെയ്യുക. എന്ത് യൂസ് ചെയ്തിട്ടാ നമ്മൾ സാധാരണ ചെയ്യുന്നത്? ബ്ലീച്ചിങ് പൗഡർ. ഓക്കെ, ബ്ലീച്ചിങ് പൗഡർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സാധാരണ വെൽസ് ഡിസ്ഇൻഫെക്ട് ചെയ്യുന്നത്. ഓക്കെ, നമുക്കറിയാം റൂറൽ ഏരിയാസിന്റെയൊക്കെ മെയിൻ സോഴ്സ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് എപ്പോഴും എന്ത് തന്നെയാ? കിണറുകൾ തന്നെയായിരിക്കും. കോളറ, ഗ്യാസ്ട്രോ എൻറ്ററൈറ്റിസ് പോലുള്ള വയറിളക്ക രോഗങ്ങളുടെ എപ്പിഡമിക്സ് ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ മാസ് ഡിസ്ഇൻഫെക്ഷൻ വെൽസ്, അതായത് ഇത് എല്ലാ ദിവസവും നമ്മൾ ഡിസ്ഇൻഫെക്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ വെൽ ഡിസ്ഇൻഫെക്ഷന് വേണ്ടിയിട്ടുള്ള മോസ്റ്റ് എഫക്റ്റീവ് ആൻഡ് ചീപ്പസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് എന്ത് യൂസ് ചെയ്യാന്നുള്ളതാണ്? ബ്ലീച്ചിങ് പൗഡർ യൂസ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഓക്കെ, ഒന്ന് ഓർത്തു വെക്കുക. ഇനി നമ്മൾ ഈ വെൽ ഡിസ്ഇൻഫെക്ഷൻ നമ്മൾ വെറുതെ ചെന്ന് അങ്ങ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ഈ ഡിസ്ഇൻഫെക്ഷൻ നമുക്ക് തോന്നിയ പോലെ ബ്ലീച്ചിങ് പൗഡർ ഒന്നും ഇട്ട് കലക്കി വെള്ളിനെ ഡിസ്ഇൻഫെക്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതിനെന്തുണ്ട്? ഒരു സ്റ്റെപ്പ് ഉണ്ട്. ആ സ്റ്റെപ്പ് എന്തൊക്കെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടുന്നത്? ഇത് നിങ്ങൾക്ക് 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും, അല്ലെങ്കിൽ 15 മാർക്കിന്റെ ഒരു പാർട്ടായിട്ട് ABC പാർട്ടിൽ 5 മാർക്കായിട്ടും ചോദിക്കാൻ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചും കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഏതെന്ന് പറയുന്നത്? വെൽ ഡിസ്ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഫൈൻഡ് ഔട്ട് ദ വോളിയം ഓഫ് വാട്ടർ ഇൻ ദ വെൽ. എന്ത് ചെയ്യണം? കിണറ്റിലുള്ള വെള്ളത്തിന്റെ വോളിയം കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ കിണറ്റിലുള്ള വെള്ളത്തിന്റെ വോളിയം നമുക്ക് ഇറങ്ങിച്ചെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? അപ്പൊ അതിന് നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം? മെഷർ ദ ഡയാമീറ്റർ ഓഫ് ദി വെൽ ഇൻ മീറ്റർ. എന്ത് ചെയ്യണം? ആ കിണറിന്റെ ഡയാമീറ്റർ എന്ന് പറയുന്നത് വ്യാസം, കിണറ്റിന്റെ വ്യാസം നമ്മൾ എടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? മെഷർ ദ ഡെപ്ത് അല്ലെങ്കിൽ ഹൈറ്റ്, അതിന്റെ ആഴം എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, ആഴത്തിന് ഹൈറ്റ് ആയിട്ടും ഡയാമീറ്ററിനെ D ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ചൂസ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? ഇതിന്റെ പല പല റീഡിങ്സ് എടുത്തിട്ട് ഡയാമീറ്ററിന്റെ ഹാഫ് എടുത്ത് നമ്മൾ എന്ത് കണ്ടുപിടിക്കും? റേഡിയസ് കണ്ടുപിടിക്കും. നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള കാര്യമാണ്. എന്നിട്ട് ഈ വാല്യൂസ് എന്ത്? നമുക്ക് 6 റേഡിയസ് കിട്ടി, ഹൈറ്റ് h കിട്ടി. ഇതിന് നമ്മൾ πr²h എന്ന് പറയുന്ന ഇക്വേഷനിലോട്ട് ഈ വാല്യൂസിനെ എന്ത് ചെയ്യും? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അങ്ങനെ നമുക്ക് വോളിയം ഓഫ് വെൽ ഇസ് ഈക്വൽ ടു 3.14 into r²h എന്നൊരു ഫോർമുല കിട്ടും. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് കിട്ടിയ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡാഷ് മീറ്റർ ക്യൂബ് ആണ് ആ കിണറ്റിന്റെ വോളിയം എന്നുള്ളത്. ഇപ്പോഴും നമുക്ക് കിട്ടിയത് എന്താണ്? കിണറിന്റെ വോളിയം ആണ്. അതിൽ എത്ര ലിറ്റർ വെള്ളം ഉണ്ടെന്ന് കിട്ടിയിട്ടില്ല. അപ്പോ അതിൽ എത്ര ലിറ്റർ വെള്ളം ഉണ്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? 1 മീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് എത്രയാണ്? 1000 ലിറ്റർ ഓഫ് വാട്ടർ ആണ്. അപ്പൊ ഈ വോളിയം ഓഫ് വാട്ടറിനെ ലിറ്ററിലോട്ട് എന്ത് ചെയ്യുക? ഈ വോളിയത്തിനെ ലിറ്റർ ഓഫ് വാട്ടറിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കിട്ടിയ വാല്യൂവിനെ എത്ര വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം? 1000 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇപ്പൊ നമുക്ക് കിട്ടിയത് 100 മീറ്റർ ക്യൂബ് ആണെങ്കിൽ അതിനെ ഇൻറ്റു 1000 ചെയ്യുമ്പോൾ നമുക്ക് അതിൽ എത്ര ലിറ്റർ വെള്ളം ഉണ്ടെന്ന് കിട്ടും. ഓക്കെ, ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഫൈൻഡ് ഔട്ട് ദ വോളിയം ഓഫ് വാട്ടർ ഇൻ ദ വെൽ. അങ്ങനെ ആ കിണറ്റിൽ എത്ര വോളിയം വെള്ളം ഉണ്ടെന്ന് നമുക്ക് കിട്ടി. അടുത്ത സ്റ്റെപ്പ് എന്തുവാ? നോക്കിക്കേ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്തുമാത്രം ബ്ലീച്ചിങ് പൗഡർ ഈ വെള്ളത്തെ ഡിസ്ഇൻഫെക്ട് ചെയ്യാൻ വേണമെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോ അതിനു വേണ്ടി നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ക്ലോറിൻ ഡിമാൻഡ് ഓഫ് വെൽ വാട്ടർ കണ്ടുപിടിക്കണം. അതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഉപകരണമാണ് ഹൊറോക്സ് അപ്പാരറ്റസ്. ഒരു അപ്പാരറ്റസ്, ക്ലോറിൻ ഡിമാൻഡ് ഓഫ് വാട്ടർ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന അപ്പാരറ്റസിന്റെ പേരെന്ത് എന്ന് ചോദിക്കും പരീക്ഷയ്ക്ക്. അതിന്റെ പേരാണ് ഹൊറോക്സ് അപ്പാരറ്റസ്. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നെക്സ്റ്റ് സ്ലൈഡിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിന്റെ പേരാണ് ഹൊറോക്സ് അപ്പാരറ്റസ്. എന്നിട്ട് ആ ഹൊറോക്സ് അപ്പാരറ്റസ് യൂസ് ചെയ്ത്
ഈ കിണർ ഡിസിൻഫെക്ട് ചെയ്യാൻ എന്തുമാത്രം ബ്ലീച്ചിങ് പൗഡർ ആവശ്യമാണെന്ന് നമ്മൾ കണ്ടുപിടിക്കും. അപ്പോൾ സാധാരണ അവൈലബിൾ ക്ലോറിൻ അടങ്ങിയിട്ടുള്ള 2.5 gram 2.5 gram ബ്ലീച്ചിങ് പൗഡർ ആണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അവിടെ കിട്ടുന്ന അവൈലബിൾ ക്ലോറിൻ അല്ലെങ്കിൽ റെസിഡുവൽ ക്ലോറിൻ, ലാസ്റ്റ് അവശേഷിക്കുന്ന ക്ലോറിൻ എത്ര കിട്ടും? 0.7 milligram per liter ഓഫ് വാട്ടർ കിട്ടും. ഓക്കെ, അങ്ങനെ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? എന്തുമാത്രം ബ്ലീച്ചിങ് പൗഡർ അതിന് ആവശ്യമാണെന്ന് കണ്ടുപിടിച്ചു. ഇനി എന്ത് ചെയ്യണം? ഈ ബ്ലീച്ചിങ് പൗഡറിനെ നമ്മൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് എന്തുണ്ടാക്കണം? ക്ലോറിൻ സൊല്യൂഷൻ ഉണ്ടാക്കണം. അപ്പൊ അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് പറയുന്നത്, ഡിസോൾവ് ബ്ലീച്ചിങ് പൗഡർ ഇൻ വാട്ടർ. ഓക്കെ, അപ്പോൾ നമ്മളൊരു ബക്കറ്റ് എടുക്കുക, ആ ബക്കറ്റിൽ ഈ 2.5 gram ബ്ലീച്ചിങ് പൗഡർ ഇടുക, എന്നിട്ട് ലിറ്റിൽ ക്വാണ്ടിറ്റി കുറച്ച് വെള്ളം ഒഴിച്ച് അതിനെ ജസ്റ്റ് ഒരു പേസ്റ്റ് പോലെ ആക്കുക. എന്നിട്ട് വീണ്ടും വെള്ളം ഒഴിച്ച് ആ ബക്കറ്റിന്റെ ഏകദേശം 3/4 ഫുള്ളാവുന്നവരെ നമ്മൾ വെള്ളം ഒഴിച്ച് അതിനെ കലക്കി എടുക്കണം. ഓക്കെ, എന്നിട്ട് ഇതിലെ കണ്ടന്റ്സിനെ നമ്മൾ നന്നായിട്ട് എന്ത് ചെയ്യണം? ഇളക്കണം, സ്റ്റിയർ ചെയ്യണം. ഓക്കെ, എന്നിട്ട് ഒരു 5 to 10 minutes ഇതിനെ എന്ത് ചെയ്യണം? അതിനെ സെഡിമെന്റ് ചെയ്യാനായിട്ട് അനുവദിക്കണം. ഈ പീരീഡിൽ എന്ത് ചെയ്യും? കാൽഷ്യം ഓക്സൈഡ് അഥവാ നമ്മുടെ ലൈം എന്ത് ചെയ്യും? സെറ്റിൽ ഡൗൺ ചെയ്യും, ആ ഒരു വെളുത്ത പൊടി. ഓക്കെ, എന്നിട്ട് ഇതിന്റെ മുകളിലുള്ള ആ ഒരു സൂപ്പർനണ്ട് സൊല്യൂഷൻ, അതാണ് എന്ത്? നമ്മുടെ ആക്ച്വൽ ക്ലോറിൻ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആ സൂപ്പർനണ്ട് സൊല്യൂഷനെ നമ്മൾ എന്ത് ചെയ്യണം? വേറൊരു ബക്കറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. എന്നിട്ട് ആ അടിയിൽ അടിഞ്ഞു കൂടിയിട്ടുള്ള ലൈമിനെ നമ്മൾ എന്ത് ചെയ്യണം? എടുത്ത് കളയണം, ത്രോൺ അവേ ചെയ്യണം. ഓക്കെ, അപ്പൊ ഇതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്, ഡിസോൾവ് ബ്ലീച്ചിങ് പൗഡർ ഇൻ വാട്ടർ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തുവാ? ഡെലിവറി ഓഫ് ക്ലോറിൻ സൊല്യൂഷൻ ഇൻ ടു ദ വെൽ. ഓക്കെ, നമ്മൾ ക്ലോറിൻ സൊല്യൂഷൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഈ ക്ലോറിൻ സൊല്യൂഷനെ നമ്മൾ ഇനി എന്ത് ചെയ്യണം? കിണറ്റിന് ഉള്ളിലോട്ട് പതിയെ ഇറക്കണം. ഓക്കെ, അപ്പോ അതിന് എന്ത് ചെയ്യാം? നമ്മൾ കിണറ്റിന്റെ അടിയിലോട്ട് നമ്മൾ സാധാരണ തൊട്ടിയൊക്കെ ഇട്ടിട്ടായിരിക്കും ക്ലോറിൻ സൊല്യൂഷൻ അതിലോട്ട് ഇറക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നന്നായിട്ട് ഇട്ട് അജിറ്റേറ്റ് ചെയ്യണം. അജിറ്റേറ്റഡ് ബൈ മൂവിങ് ദ ബക്കറ്റ് വയലന്റ്ലി ബോത്ത് വെർട്ടിക്കലി ആൻഡ് ലാറ്ററലി. വെർട്ടിക്കലിയും ലാറ്ററലിയും നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു ബക്കറ്റ് നന്നായിട്ട് അജിറ്റേറ്റ് ചെയ്ത് ആ ക്ലോറിൻ സൊല്യൂഷൻ ആ വെൽ വാട്ടറിൽ എന്ത് ചെയ്യണം? മിക്സ് ചെയ്യണം. ഓക്കെ, ഇത് പലതവണ ചെയ്യണം. എന്നിരുന്നാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ആ ക്ലോറിൻ സൊല്യൂഷൻ വെള്ളത്തിൽ നന്നായിട്ട് എന്ത് ചെയ്യത്തുള്ളൂ? മിക്സ് ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഇതാണ് നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഡെലിവറി ഓഫ് ക്ലോറിൻ സൊല്യൂഷൻ ഇൻ ടു ദ വെൽ. ഓക്കെ, അപ്പൊ നമ്മൾ ക്ലോറിൻ സൊല്യൂഷൻ മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്ത് വേണം? അവിടെ ആ വാട്ടറിന് ഡിസിൻഫെക്ഷൻ നടക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് സമയം കൊടുക്കണം. ആ സമയം എന്ന് പറയുന്നതാണ് ഇവിടുത്തെ കോണ്ടാക്ട് പീരീഡ് എന്ന് പറയുന്നത്. അപ്പൊ കോണ്ടാക്ട് പീരീഡ് എത്രയാ പറയുന്നത്? 1 hour, 1 മണിക്കൂറാണ് ഇവിടുത്തെ കോണ്ടാക്ട് പീരീഡ്. പഠിച്ചു വെക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കും. ഓക്കെ, 1 hour ആണ് ഇവിടുത്തെ കോണ്ടാക്ട് പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ കോണ്ടാക്ട് പീരീഡ് ഒക്കെ കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? കിണറ്റിൽ നിന്ന് വെള്ളം കോരി നോക്കണം. എന്ത് ചെയ്യണം? ടെസ്റ്റ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാ? ക്ലോറിനേഷൻ കറക്റ്റ് നടന്നിട്ടുണ്ടോ എന്ന് എന്ത് ചെയ്യണം? നമുക്ക് അറിയണ്ടേ? അതിന് വേണ്ടിയിട്ട് നമ്മൾ കിണറ്റിൽ നിന്ന് ആ ക്ലോറിനേറ്റ് ചെയ്ത വെള്ളം 1 മണിക്കൂർ കോണ്ടാക്ട് പീരീഡ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എടുത്ത് ഓർത്തോട്ടോഡിൻ ആഴ്സനൈറ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കണം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. ഓക്കെ, അങ്ങനെ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും അതിലുള്ള റെസിഡുവൽ ക്ലോറിന്റെ അളവ് 0.5 milligram per literൽ താഴെയാണെങ്കിൽ നമ്മൾ ക്ലോറിനേഷൻ എന്ത് ചെയ്യണം? റിപ്പീറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോ റെസിഡുവൽ ക്ലോറിന്റെ അളവ് 0.5 milligram per liter എങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ആ ക്ലോറിനേഷൻ പ്രോപ്പർ ആയിട്ട് അവിടെ നടന്നു എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? പറയാനായിട്ട് പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ വെൽസ് ഡിസിൻഫെക്ട് ചെയ്യാനുള്ള ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് എപ്പോഴാ? നൈറ്റ് ടൈം ആണ്. ഡ്യൂറിങ് എപ്പിഡമിക്സ് ഓഫ് കോളറ വെൽസ് മസ്റ്റ് ബി ഡിസിൻഫെക്റ്റഡ് എവറി ഡേ. ഓക്കെ, അപ്പോൾ ഡയേറിയൽ ഡിസീസിന്റെ എങ്ങാനും എപ്പിഡമിക് ഉണ്ടാവുന്ന സ്ഥലങ്ങളാണെങ്കിൽ അവിടെ എല്ലാ ദിവസവും എന്ത് ചെയ്യണം? വെൽസ് ക്ലോറിനേറ്റ് ചെയ്യണം. അല്ലാതെ നമ്മുടെ ഫ്രീക്വൻസി ഓഫ് ക്ലോറിനേഷൻ എന്ന് പറയുന്നത് സാധാരണ 1 week ആണ് പറയുന്നത്. ഓക്കെ, എല്ലാവരും അങ്ങനെയൊന്നും ചെയ്യാറില്ല, എന്നാലും നമ്മൾ പറയുമ്പോൾ അതാണ് കറക്റ്റ് ആ ഒരു പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ ഡിസിൻഫെക്ഷൻ ഓഫ് വെൽസ്. ഇത് 5 മാർക്കിന് എന്തായാലും ചോദിക്കും. ഓക്കെ, അപ്പോ അത് പഠിച്ചു. ഇനി നമുക്ക് നോക്കാനായിട്ടുള്ള ഒരു ഡബിൾ പോട്ട് മെത്തേഡ് ഓഫ് ക്ലോറിനേഷൻ. ഓക്കെ, ഡബിൾ പോട്ട് മെത്തേഡ് ഓഫ് ക്ലോറിനേഷൻ. നിങ്ങൾക്ക് അതിന്റെ ഒരു
പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡബിൾ പോട്ട്, ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇതിൽ എത്ര പോട്ട് കാണും? 2 പോട്ടുണ്ട്. ഓക്കെ, 2 പോട്ടിനകത്ത് ഒരു ഇന്നർ പോട്ട് ഉണ്ട്, ഔട്ടർ പോട്ട് ഉണ്ട്. ഓക്കെ, ഇന്നർ പോട്ടിനകത്ത് നമ്മൾ ബ്ലീച്ചിങ് പൗഡറും കൊയേഴ്സ് സാൻഡ് ഒന്നുമില്ല, ബ്ലീച്ചിങ് പൗഡറും മണലും മിക്സ് ചെയ്ത് ആണ് ഇന്നർ പോട്ടിനകത്ത് വെച്ചിട്ടുള്ളത്. ഈ ഇന്നർ പോട്ട് എടുത്ത് നമ്മൾ എന്ത് ചെയ്യും? ഒരു ഔട്ടർ പോട്ടിനകത്ത് ഇറക്കി വെക്കും. ഇന്നർ പോട്ടില് ഒരു ഹോളുണ്ട്, ഔട്ടർ പോട്ടിലും ഒരു ഹോളുണ്ട്. ഇന്നർ പോട്ടിന്റെ ഹോൾ എന്ന് പറയുന്നത് മുകളിലായിരിക്കും, ഔട്ടർ പോട്ടിന്റെ ഹോള് താഴെ ആയിരിക്കും. ഈ ഹോളിന്റെ ഡയാമീറ്റർ പഠിച്ചു വെക്കണം, എത്രയാണ്? 1 സെന്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, അങ്ങനെ ഈ ഇന്നർ പോട്ട് എടുത്ത് നമ്മൾ ഔട്ടർ പോട്ടിൽ ഇറക്കി വെച്ചിട്ട് ഔട്ടർ പോട്ടിന് മുകളിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു ഫോയിൽ വെച്ച് കവർ ചെയ്യും. കണ്ടില്ലേ ആ ഒരു ഫോയിൽ? ഓക്കെ, ഈ ഫോയിൽ വെച്ച് കവർ ചെയ്തിട്ട് നമ്മൾ കയറൊക്കെ യൂസ് ചെയ്ത് കെട്ടി എവിടേക്ക് ഇറക്കും? ഏത് വെള്ളമാണോ നമുക്ക് ശുദ്ധീകരിക്കാനുള്ളത് അവിടേക്ക് ഇത് താഴ്ത്തി ഇറക്കി വെച്ചു കൊടുക്കും. അപ്പൊ നോക്കിക്കേ. ഓക്കെ, ഇതാണ് ഇതിന്റെ എന്തെന്ന് പറയുന്നത്? പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഡബിൾ സ്പോട്ട് മെത്തേഡ് ഓഫ് ക്ലോറിനേഷൻ കണ്ടുപിടിച്ചത് ആരാ? നമ്മൾ നേരത്തെ പഠിച്ചു, ഹാലസ്റ്റോൺ ടാബ്ലറ്റ് അല്ലെങ്കിൽ ക്ലോറിൻ ടാബ്ലറ്റ് കണ്ടുപിടിച്ച നീരി, നാഷണൽ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നാഗ്പൂരിലുള്ള നീരി തന്നെയാണ് ഈ ഡബിൾ സ്പോട്ട് മെത്തേഡ് ഓഫ് ക്ലോറിനേഷനും കണ്ടുപിടിച്ചത്. ഓക്കെ, അപ്പോ ഇത് എന്തിനു വേണ്ടിയിട്ടാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ടു മെയിൻറ്റെയിൻ കണ്ടിന്യൂസ് ക്ലോറിനേഷൻ ഓഫ് വാട്ടർ ഫോർ എ പീരീഡ് ഓഫ് 2 to 3 weeks. അതായത് കണ്ടിന്യൂസ് ക്ലോറിനേഷൻ നമ്മൾ ഒരു 2 മുതൽ 3 ആഴ്ച വരെ കണ്ടിന്യൂസ് ക്ലോറിനേഷൻ എവിടെയെങ്കിലും നടത്തണം, ഏതെങ്കിലും വാട്ടർ ബോഡിയിൽ. ആ സന്ദർഭങ്ങളിലാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്? ഡബിൾ പോട്ട് മെത്തേഡ് ഓഫ് ക്ലോറിനേഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ബാക്കി കൊടുത്തിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ എന്റെ നോട്ട് നോക്കി പഠിക്കാം. ഓക്കെ ഓക്കെ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഹൊറോക്സ് അപ്പാരറ്റസ്. ഹൊറോക്സ് അപ്പാരറ്റസ് നമ്മൾ നേരത്തെ കേട്ടു. എന്താണ് ഹൊറോക്സ് അപ്പാരറ്റസ് എന്ന് പറയുന്നത്? ക്ലോറിൻ ഡിമാൻഡ് ഓഫ് വാട്ടർ അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു അപ്പാരറ്റസ് ആണ് ഹൊറോക്സ് അപ്പാരറ്റസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് 100 ഗാലൻ വാട്ടർ, 100 ഗാലൻ വാട്ടർ എന്ന് വെച്ചാൽ എത്ര ലിറ്ററാ? 455 ലിറ്റർ വാട്ടർ വെള്ളത്തെ എന്ത് ചെയ്യണം? നമുക്ക് ഡിസിൻഫെക്ട് ചെയ്യണം. അതിന് എന്തുമാത്രം ബ്ലീച്ചിങ് പൗഡർ ആവശ്യമാണ് എന്നാണ് നമ്മൾ ഈ ഹൊറോക്സ് അപ്പാരറ്റസ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നത്? കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോ ഈ ഹൊറോക്സ് അപ്പാരറ്റസിന്റെ ഒരു പിക്ചർ ഇതാ നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതാണ് ഹൊറോക്സ് അപ്പാരറ്റസ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നോക്കിക്കേ, 6 കപ്പ് കാണാം. ഒരു ബ്ലാക്ക് കപ്പ്, 6 വൈറ്റ് കപ്പും ഒരു ബ്ലാക്ക് കപ്പും ഉണ്ട്. പിന്നെ ഓരോ ബോട്ടിലായിട്ട് ഓരോ സൊല്യൂഷൻസ് ഇരിക്കുന്നുണ്ട്. പിന്നെ എന്താണ്? ഗ്ലാസ് റോഡുകൾ അതിന്റെ സൈഡിലായിട്ട് ഇരിക്കുന്നു. ഓക്കെ, അപ്പോ അതൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 6 വൈറ്റ് ഇനാമൽ കപ്പ് ഈച്ച് ഹോൾഡിംഗ് 200 milliliter ഓഫ് വാട്ടർ. അതായത് 200 milliliter വാട്ടർ ഹോൾഡ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള 6 വൈറ്റ് ഇനാമൽ കപ്പ് വേണം. ഒരു ബ്ലാക്ക് ഇനാമൽ കപ്പ് വേണം. ആ ബ്ലാക്ക് ഇനാമൽ കപ്പിന്റെ അറ്റത്തായിട്ട് ഒരു വൈറ്റ് സർക്കുലർ റിങ് കാണും. ഓക്കെ, പിന്നെ എന്ത് വേണം? 2 മെറ്റൽ സ്പൂൺസ് വേണം. ആ ഓരോ മെറ്റൽ സ്പൂണിന്റെയും ഹോൾഡിംഗ് കപ്പാസിറ്റി 2 gram ഓഫ് ബ്ലീച്ചിങ് പൗഡർ ആയിരിക്കണം. പിന്നെ 7 ഗ്ലാസ് സ്റ്റിയറിംഗ് റോഡ്സ്. ഗ്ലാസ് സ്റ്റിയറിംഗ് റോഡ്സ് നിങ്ങൾ ലാബിലൊക്കെ കണ്ടിട്ടില്ലേ? കമ്പ് പോലെ നമുക്ക് എന്ത് ചെയ്യാൻ ഇളക്കാൻ പറ്റുന്ന ആ സാധനമാണ് ഗ്ലാസ് റോഡ്സ് എന്ന് പറയുന്നത്. പിന്നെ എന്ത് വേണം? പിപ്പറ്റ്സ് വേണം. പിപ്പറ്റ്സ് അറിയാലോ. പിന്നെ നമ്മൾ ഇവിടെ ഒരു ഇൻഡിക്കേറ്റർ സൊല്യൂഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അതിന്റെ പേരാണ് സ്റ്റാർച്ച് അയഡൈഡ് സൊല്യൂഷൻ. ഇവിടെ യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റർ സൊല്യൂഷന്റെ പേരാണ് സ്റ്റാർച്ച് അയഡൈഡ്. ഓക്കെ, ഇനി ഇതിന്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പറഞ്ഞു നമുക്ക് മെറ്റൽ സ്പൂൺസ് ഉണ്ട്. ഓക്കെ, അതിന്റെ ഹോൾഡിംഗ് കപ്പാസിറ്റി 2 gram ആണ്. അപ്പോൾ 2 gram ബ്ലീച്ചിങ് പൗഡർ എന്ത് ചെയ്യും? നമ്മൾ മെറ്റൽ സ്പൂണിൽ എടുക്കുക. എന്നിട്ട് ഈ ബ്ലാക്ക് കപ്പിലോട്ട് ഈ ബ്ലീച്ചിങ് പൗഡർ ഇടുക. എന്നിട്ട് കുറച്ച് വെള്ളം ഉപയോഗിച്ച് ഈ ബ്ലീച്ചിങ് പൗഡറിനെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു തിൻ പേസ്റ്റ് ആയിട്ട് എടുക്കണം. ഓക്കെ, തിൻ പേസ്റ്റ് ആക്കിയിട്ട് വീണ്ടും വെള്ളം ഒഴിച്ച് നമ്മൾ പറഞ്ഞു ഈ ഒരു ബ്ലാക്ക് ഇനാമൽ കപ്പിൽ എന്തുണ്ട്? ഒരു വൈറ്റ് സർക്കുലർ റിങ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതെത്തുന്നത് വരെ നമ്മൾ ഇതിൽ വെള്ളം ഒഴിച്ച് എന്ത് ചെയ്യണം? ആ ബ്ലീച്ചിങ് പൗഡറിന്റെ സൊല്യൂഷൻ ഉണ്ടാക്കി എടുക്കണം. ഇതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റോക്ക് സൊല്യൂഷൻ. സ്റ്റോക്ക് സൊല്യൂഷൻ ഏത് കപ്പിലായിരിക്കുന്നത്? ബ്ലാക്ക് കപ്പിലാണ് നമ്മുടെ സ്റ്റോക്ക് സൊല്യൂഷൻ തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. ഓക്കെ, വൈറ്റ് കപ്പിൽ എന്താ ഫില്ല് ചെയ്യേണ്ടതെന്ന് നമുക്ക് ക്ലോറിനേറ്റ് ചെയ്യാനായിട്ടുള്ള വാട്ടർ. ഓക്കെ, അതായത് കണ്ടാമിനേറ്റഡ് ആയിട്ട് ഇരിക്കുന്ന ആ ഒരു വാട്ടർ ആണ് നമ്മൾ വൈറ്റ് കപ്പിൽ എന്ത് ചെയ്യാനായിട്ടുള്ളത്? ഫില്ല് ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, അതായത്
നമ്മുടെ ആ വൈറ്റ് കപ്പിന്റെ ടോപ്പിൽ നിന്ന് ഒരു 1/4 ഇഞ്ച് ലീവ് ചെയ്തിട്ട് വേണം ഇതിൽ എന്ത് ചെയ്യാനായിട്ടുള്ളത്, നമുക്ക് ക്ലോറിനേറ്റ് ചെയ്യാനായിട്ടുള്ള ആ ഒരു വെള്ളം നിറയ്ക്കാനായിട്ടുള്ളത്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ബ്ലാക്ക് കപ്പിൽ തയ്യാറാക്കി വെച്ചിട്ടുള്ള സ്റ്റോക്ക് സൊല്യൂഷൻ ഇല്ലേ, അത് നമ്മളൊരു പിപ്പറ്റ് യൂസ് ചെയ്ത് 1 ഡ്രോപ്പ് ഫസ്റ്റ് കപ്പില്, 2 ഡ്രോപ്പ് സെക്കൻഡ് കപ്പില്, 3 ഡ്രോപ്പ് തേർഡ് കപ്പില്, 4 ഡ്രോപ്പ് ഫോർത്ത് കപ്പ്, 5 ഡ്രോപ്പ് ഫിഫ്ത്ത് കപ്പ്, 6 ഡ്രോപ്പ് സിക്സ്ത് കപ്പ്, അങ്ങനെ നമ്മൾ ഒഴിക്കണം. ഓക്കെ, എന്നിട്ട് ഈ ഓരോ കപ്പിനെയും നമ്മൾ എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ഗ്ലാസ് റോഡ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, സ്റ്റിയർ ചെയ്യണം, നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഓക്കെ, ഇത്രയൊക്കെ ആണല്ലോ. അപ്പൊ നമ്മുടെ ക്ലോറിൻ സൊല്യൂഷൻ തയ്യാറാക്കി വെച്ചിട്ടുള്ളതാണ് നമ്മുടെ സ്റ്റോക്ക് സൊല്യൂഷൻ. അത് ബ്ലാക്ക് കപ്പിലും നമുക്ക് എന്താ ക്ലോറിനേറ്റ് ചെയ്യാനുള്ള വെള്ളം നമ്മൾ വൈറ്റ് കപ്പിലുമാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, ഓക്കെ, എന്നിട്ട് നമ്മളിത് സ്റ്റിയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂർ കോണ്ടാക്ട് പീരീഡ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ എന്താ ഇൻഡിക്കേറ്റർ സൊല്യൂഷൻ, ഏതാ ഇൻഡിക്കേറ്റർ സൊല്യൂഷൻ എന്ന് പറയുന്നത്, നമ്മുടെ സ്റ്റാർച്ച് അയഡൈഡ് സൊല്യൂഷൻ, അതാണ് നമ്മുടെ ഇൻഡിക്കേറ്റർ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അത് 3 ഡ്രോപ്പ് എന്ത് ചെയ്യണം, നമ്മൾ ഈ ഓരോ വൈറ്റ് കപ്പിലും എന്ത് ചെയ്യണം, ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഓരോ വൈറ്റ് കപ്പിലും 3 ഡ്രോപ്പ് സ്റ്റാർച്ച് അയഡൈഡ് സൊല്യൂഷൻ ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അത് അപ്പൊ തന്നെ നമുക്ക് എന്ത് മാറ്റം അവിടെ വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏത് കപ്പിലാണോ ആദ്യം ബ്ലൂ കളർ ഫോം ചെയ്തത്, ആ കപ്പിൽ എടുത്ത അത്രയും ബ്ലീച്ചിങ് പൗഡർ നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. നമ്മൾ പറഞ്ഞു ആദ്യം നമ്മൾ 2 ഗ്രാം ബ്ലീച്ചിങ് പൗഡർ ആണ് ആ ഒരു സ്പൂൺ ഫുള്ളായിട്ട് എടുത്ത് നമ്മൾ എന്ത് ചെയ്തത്, സ്റ്റോക്ക് സൊല്യൂഷൻ ഉണ്ടാക്കിയത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ മൂന്നാമത്തെ കപ്പിലാണ് എന്ത് വന്നത്, മൂന്നാമത്തെ കപ്പിലാണ് ആദ്യം ബ്ലൂ കളർ കണ്ടതെങ്കിൽ നമ്മൾ എത്ര ഗ്രാം ബ്ലീച്ചിങ് പൗഡർ എടുക്കണം, 6 ഗ്രാം ബ്ലീച്ചിങ് പൗഡർ എടുക്കണം. ഓക്കെ, നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ? അതായത് ഏത് കപ്പിലാണോ ഫസ്റ്റ് ബ്ലൂ കളർ അപ്പിയർ ചെയ്തത്, ആ കപ്പിന്റെ ഇരട്ടി എന്തെടുക്കണം, നമ്മൾ ബ്ലീച്ചിങ് പൗഡർ. ഇപ്പൊ മൂന്നാമത്തെ കപ്പിലാണ് ഫസ്റ്റ് ബ്ലൂ കളർ കണ്ടതെങ്കിൽ നമ്മൾ 6 ഗ്രാം ബ്ലീച്ചിങ് പൗഡർ എടുക്കണം. 4ാമത്തെ കപ്പിലാണ് ഫസ്റ്റ് കണ്ടതെങ്കിൽ 8 ഗ്രാം ബ്ലീച്ചിങ് പൗഡർ. ഓക്കെ, ഇനി 1ാമത്തെ കപ്പിലാണെങ്കിൽ എത്ര എടുക്കണം, 2 ഗ്രാം എടുക്കണം. ഓക്കെ, അപ്പൊ ബ്ലൂ കളർ എവിടെയാണോ ആദ്യം അപ്പിയർ ചെയ്തത്, ഏത് കപ്പിലാണോ അപ്പിയർ ചെയ്തത്, അതിനനുസരിച്ചുള്ള ബ്ലീച്ചിങ് പൗഡർ വേണം നമ്മൾ 455 ലിറ്റർ ഓഫ് വാട്ടർ ഡിസിൻഫെക്ട് ചെയ്യാനായിട്ട് എടുക്കാനായിട്ടുള്ളത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഹൊറോക്സ് അപ്പാരറ്റസും അതിന്റെ പ്രിൻസിപ്പിളും. ഓക്കെ, അപ്പൊ ഹൊറോക്സ് അപ്പാരറ്റസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അതുപോലെ തന്നെ ക്ലോറിൻ ഡിമാൻഡ് ഓഫ് വാട്ടർ കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന അപ്പാരറ്റസിന്റെ പേര്, ഓക്കെ, അതും പലതവണ പരീക്ഷയ്ക്ക് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പൊ അതും പഠിച്ചു വെക്കാം. ഓക്കെ, ഇനി നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോകുന്നത് ഏതാ, ഹാർഡ്നെസ് ഓഫ് വാട്ടർ. നമുക്കറിയാം വെള്ളത്തിന് കാഠിന്യം, അതാണ് ഹാർഡ്നെസ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. അതിനെ നമ്മളൊരു ഡെഫിനിഷൻ ആയിട്ട് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പറയും, ദ സോപ്പ് ഡിസ്ട്രോയിങ് പവർ ഓഫ് വാട്ടർ ഈസ് കോൾഡ് ഹാർഡ്നെസ് ഓഫ് വാട്ടർ. ഓക്കെ, അതായത് സോപ്പിനെ ഡിസ്ട്രോയ് ചെയ്യാനുള്ള വെള്ളത്തിന്റെ കഴിവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഹാർഡ്നെസ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. പ്രധാനമായിട്ട് നമുക്കറിയാം 2 ടൈപ്പ് ഹാർഡ്നെസ് ആണ് നമുക്കൊക്കെ അറിയാവുന്നത്. ഏതൊക്കെയാ, ടെമ്പററി ഹാർഡ്നെസ്സും ഉണ്ട്, പെർമനന്റ് ഹാർഡ്നെസ്സും ഉണ്ട്. ടെമ്പററി ഹാർഡ്നെസ്സിന് കാരണം കാൽഷ്യത്തിന്റെയും മഗ്നീഷ്യത്തിന്റെയും ബൈകാർബണേറ്റുകളാണ്. എന്നാൽ പെർമനന്റ് ഹാർഡ്നെസ്സിന് കാരണം എന്താണ്, കാൽഷ്യത്തിന്റെയും മഗ്നീഷ്യത്തിന്റെയും സൾഫേറ്റുകളോ ക്ലോറൈഡുകളോ നൈട്രേറ്റുകളോ ആണ്. ഓക്കെ, അപ്പോ ടെമ്പററി ഹാർഡ്നെസ്സും പെർമനന്റ് ഹാർഡ്നെസ്സിനും കാരണം ഏത് മെറ്റീരിയൽ ആണ് എന്നുള്ളത് പഠിച്ച് വെക്കണം. ഓക്കെ, ഇനി നമ്മൾ ഹാർഡ്നെസ്സിനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടേം ആണ് മില്ലി ഇക്വലന്റ് പെർ ലിറ്റർ. ഓക്കെ, മില്ലി ഇക്വലന്റ് പെർ ലിറ്റർ ആണ് ഹാർഡ്നെസ്സിനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ആയിട്ട് നമുക്ക് പറയാം. 1 മില്ലി ഇക്വലന്റ് പെർ ലിറ്റർ എന്ന് പറയുന്നത് 50 മില്ലിഗ്രാം എന്താണ്, കാൽഷ്യം കാർബണേറ്റ് ആണ്. ഓക്കെ, 50 മില്ലിഗ്രാം കാൽഷ്യം കാർബണേറ്റ് പെർ ലിറ്റർ ഓഫ് വാട്ടർ ആണ് 1 മില്ലി ഇക്വലന്റ് പെർ ലിറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കാനായിട്ടുള്ളത് ഓരോ വാട്ടറിന്റെയും ഹാർഡ്നെസ് എത്രയാണ് എന്ന് പഠിച്ചു വെക്കണം. ഓക്കെ, അതിൽ നോക്കിക്കേ, സോഫ്റ്റ് വാട്ടറിന്റെ ഹാർഡ്നെസ് <1 മില്ലി ഇക്വലന്റ് പെർ ലിറ്റർ ആയിരിക്കും. ഇനി മോഡറേറ്റ്ലി ഹാർഡ് വാട്ടർ ആണെങ്കിൽ 1 to 3 ആയിരിക്കും. ഹാർഡ് വാട്ടർ ആണെങ്കിൽ 3 to 6 ആയിരിക്കും. ഇനി വെരി ഹാർഡ് വാട്ടർ ആണെങ്കിൽ അതിന്റെ ഹാർഡ്നെസ് എന്ന് പറയുന്നത് greater than 6 ആയിരിക്കും. ഓക്കെ,
ഓക്കെ അല്ലേ? ഇനി താഴെ എഴുതിയിരിക്കുന്ന നോക്കിക്കേ, ഡ്രിങ്കിങ് വാട്ടർ ഷുഡ് ബി മോഡറേറ്റ്ലി ഹാർഡ്. ഓക്കെ, നമ്മൾ സാധാ കുടിക്കുന്ന വെള്ളം അതിന്റെ ഹാർഡ്നെസ് എത്രേ വരാൻ പാടുള്ളൂ? 1 to 3 മില്ലി ഇക്വലന്റ് പെർ ലിറ്റർ. അപ്പൊ പരീക്ഷയ്ക്ക് വേണമെങ്കിൽ അങ്ങനെ ചോദിക്കാം, വിച്ച് ഇസ് ദ ഹാർഡ്നെസ് ഓഫ് ഡ്രിങ്കിങ് വാട്ടർ എത്രയാണ്? 1 to 3 മില്ലി ഇക്വലന്റ് പെർ ലിറ്റർ. എപ്പോഴും അത് മോഡറേറ്റ്ലി ഹാർഡ് ആയിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് ഈ വാട്ടർ ഹാർഡ്നെസ് എപ്പോഴാണ് കുറയ്ക്കേണ്ടി വരുന്നത്? അതായത് സാധാ വെള്ളത്തിന് നമ്മൾ ഹാർഡ്നെസ് ഇല്ലെങ്കിൽ അത് പ്രത്യേകിച്ച് അത് റെഡ്യൂസ് ചെയ്യേണ്ട കാര്യമില്ല. എന്നാൽ എപ്പോഴാണ് വാട്ടറിനെ നമ്മൾ സോഫ്റ്റ്, അവിടെ സോഫ്റ്റഡ് എന്നായി പോയി, അത് സോഫ്റ്റൻഡ് എന്നാണ് കേട്ടോ, സോഫ്റ്റ് ആക്കി കൊണ്ടുവരിക എന്നാണ്. ഓക്കെ, ഞാൻ തിരുത്തി അയക്കാം. ഓക്കെ, അപ്പോ വാട്ടർ ഈസ് നീഡഡ് ടു ബി സോഫ്റ്റ് ഇഫ് ഹാർഡ്നെസ് ഈസ് മോർ ദാൻ 3 മില്ലി ഇക്വലന്റ് പെർ ലിറ്റർ. ഹാർഡ്നെസ് 3 മില്ലി ഇക്വലന്റ് പെർ ലിറ്ററിൽ കൂടി കഴിഞ്ഞാലേ നമ്മൾ ആ വാട്ടറിനെ എന്ത് ചെയ്യേണ്ടതായിട്ടുള്ളൂ? സോഫ്റ്റ് ചെയ്ത് കൊണ്ടുവരേണ്ടതായിട്ട് ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഹാർഡ്നെസ് ഓഫ് വാട്ടർ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഹാർഡ്നെസ്. നമ്മൾ വെള്ളത്തിന് ഹാർഡ്നെസ് ഉള്ളത് കൊണ്ടുള്ള ദോഷവശങ്ങൾ എന്തൊക്കെയാണ്? ഇറ്റ് കൺസ്യൂം മോർ സോപ്പ് ആൻഡ് ഡിറ്റർജന്റ്. ധാരാളം സോപ്പും ഡിറ്റർജന്റിനെയും അതെന്ത് ചെയ്യും? കൺസ്യൂം ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ഈ ഹാർഡ് വാട്ടർ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് കാർബണേറ്റ് എന്ത് ചെയ്യും? അതിൽ പ്രിസിപ്പിറ്റേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും? നമുക്ക് ആ ഒരു ഇത് ബോയിലേഴ്സ് എക്സ്പ്ലോഡ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അത് മാത്രമല്ല ധാരാളം ഇന്ധനം, വെള്ളം തിളപ്പിക്കുന്നതിനായിട്ട് ധാരാളം ഫ്യൂവൽ കൺസപ്ഷൻ വരുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഹാർഡ് വാട്ടർ യൂസ് ചെയ്തിട്ട് കുക്ക് ചെയ്യുകയാണെങ്കിൽ അതെന്ത് ചെയ്യും? അതിന്റെ ആ ഒരു കളറും അപ്പിയറൻസിനെയൊക്കെ എന്ത് ചെയ്യും? നഷ്ടപ്പെടുത്തും. അതുപോലെ തന്നെ ഹാർഡ് വാട്ടറിൽ കഴുകുന്ന തുണികൾ പെട്ടെന്ന് എന്ത് ചെയ്യും? നശിച്ചു പോവും. പൈപ്പുകളുടെയൊക്കെ ലൈഫ് ഇത് ഷോർട്ടൺ ചെയ്യും. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ പ്രോസസ്സിനൊന്നും തന്നെ നമുക്ക് ഹാർഡ് വാട്ടർ സ്യൂട്ടബിൾ അല്ല. അത് എക്കണോമിക് ലോസ് ഉണ്ടാകുന്നതിന് കാരണം ആകുന്നുണ്ട്. ഓക്കെ, ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് റിമൂവൽ ഓഫ് ഹാർഡ്നെസ്. ഓക്കെ, അപ്പോൾ ഹാർഡ്നെസ് ആൻഡ് റിമൂവൽ ഓഫ് ഹാർഡ്നെസ് എന്നും പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ഓക്കെ, അപ്പോ ടെമ്പററി ഹാർഡ്നെസ് ആണെങ്കിൽ റിമൂവ് ചെയ്യാൻ 4 മെത്തേഡും പെർമനന്റ് ഹാർഡ്നെസ് ആണെങ്കിൽ 2 മെത്തേഡും ആണുള്ളത്. ടെമ്പററി ഹാർഡ്നെസ് റിമൂവ് ചെയ്യുന്ന ഏതൊക്കെ വഴിയിട്ടാണ്? 1 ബോയിലിംഗ്, 2 അഡിഷൻ ഓഫ് ലൈം, 3 അഡിഷൻ ഓഫ് സോഡിയം കാർബണേറ്റ്, 4 ബൈ പെർമ്യൂട്ടഡ് പ്രോസസ്. ഇനി പെർമനന്റ് ഹാർഡ്നെസ് റിമൂവ് ചെയ്യാനുള്ള 2 മെത്തേഡ്സ് ഏതൊക്കെയാ? 1 അഡിഷൻ ഓഫ് സോഡിയം കാർബണേറ്റ് ആൻഡ് ബൈ പെർമ്യൂട്ടഡ് പ്രോസസ്. അപ്പൊ ഈ 2 നമുക്ക് ടെമ്പററി ഹാർഡ്നെസ്സും പെർമനന്റ് ഹാർഡ്നെസ്സും റിമൂവ് ചെയ്യാനായിട്ട് ലാസ്റ്റ് പറഞ്ഞ ആ ഒരു 2 രണ്ടിലും യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോ നമ്മള് വെള്ളം തിളപ്പിക്കുമ്പോ അതിന്റെ ഹാർഡ്നെസ് എങ്ങനെ കുറയുമെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കറിയാം, അതിൻ്റെ അകത്ത് കാൽഷ്യം കാർബണേറ്റും ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടാകും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യും? തിളപ്പിക്കുമ്പോൾ എക്സ്പെൽ ചെയ്ത് പുറത്തോട്ട് പോവും. കാൽഷ്യം കാർബണേറ്റ് പ്രിസിപ്പിറ്റേറ്റ് ചെയ്യും. അപ്പോൾ ആ കാൽഷ്യം കാർബണേറ്റിനെ എന്ത് ചെയ്താൽ മതി? നമ്മൾ എടുത്ത് കളഞ്ഞാൽ മതി. അങ്ങനെ നമുക്ക് ഹാർഡ്നെസ് കുറയ്ക്കാം. ഓക്കെ, ഇനി ലൈം ആഡ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ലൈം അബ്സോർബ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് ഇറ്റ് പ്രിസിപ്പിറ്റേറ്റ് കാൽഷ്യം കാർബണേറ്റ്. ഓക്കെ, ഇനി അഡിഷൻ ഓഫ് സോഡിയം കാർബണേറ്റ്. സോഡിയം കാർബണേറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സോഡ ആഷ് എന്ന് പറയുന്നത്. ഇത് ആഡ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഇറ്റ് റിമൂവ് ബോത്ത് ടെമ്പററി ആൻഡ് പെർമനന്റ് ഹാർഡ്നെസ് ഓഫ് വാട്ടർ. രണ്ടും മാറ്റാനായിട്ടും ഇത് സഹായിക്കും. എന്ത് സഹായിക്കും? സോഡ ആഷ് സഹായിക്കും. ഓക്കെ, ഇനി 4ാമത്തെ മെത്തേഡ്, ഇതും നമുക്ക് ടെമ്പററി ആൻഡ് പെർമനന്റ് ഹാർഡ്നെസ് ഓഫ് വാട്ടർ റിമൂവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു മെത്തേഡാണ്. ബേസ് എക്സ്ചേഞ്ച് പ്രോസസ് അല്ലെങ്കിൽ എന്തെന്ന് പറയും? പെർമ്യൂട്ടഡ് പ്രോസസ് എന്ന് പറയും. ഇത് നിങ്ങൾക്ക് ഇത് മാത്രം ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ഓക്കെ, എന്താണ് പെർമ്യൂട്ടഡ് പ്രോസസ്? ഓക്കെ, എന്താണ് പെർമ്യൂട്ടഡ് പ്രോസസ് എന്ന് പറയുന്നത്? ഇത് നമ്മൾ വെള്ളത്തിന്റെ ഹാർഡ്നെസ് കുറയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ്. ഇവിടെ നമ്മൾ ഹാർഡ് വാട്ടറിനെ എന്തിൽ കൂടി പാസ് ചെയ്ത് വിടും? സോഡിയം പെർമ്യൂട്ടഡ്. സോഡിയം പെർമ്യൂട്ടഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഡിയത്തിന്റെയും അലൂമിനിയത്തിന്റെയും സിലിക്കയുടെയും ഒരു കോംപ്ലക്സ് കോമ്പൗണ്ട് ആണ് എന്ത്? സോഡിയം പെർമ്യൂട്ടഡ്. അപ്പോൾ ഹാർഡ് വാട്ടറിനെ നമ്മൾ ഈ സോഡിയം പെർമ്യൂട്ടിൽ കൂടി കടത്തിവിടുന്ന സമയത്ത് ഈ ഹാർഡ് വാട്ടറിലുള്ള കാൽഷ്യം ആൻഡ് മഗ്നീഷ്യം അയോൺസ് ബേസ് എക്സ്ചേഞ്ച് പ്രോസസ്സ് വഴി റിമൂവ് ആവുകയും സോഡിയം പെർമ്യൂട്ടഡ് കൺവേർട്ട് ചെയ്ത് കാൽഷ്യം ആൻഡ് മഗ്നീഷ്യം പെർമ്യൂട്ടഡ് ആവുകയും ചെയ്യും. ഓക്കെ, ഈ ഒരു മെത്തേഡിലൂടെ നമുക്ക് വെള്ളത്തിനെ 0 ഹാർഡ്നെസ്സിലോട്ട് എന്ത് ചെയ്യാൻ പറ്റും?
സോഫ്റ്റൻ ചെയ്ത് കൊണ്ടുവരാനായിട്ട് പറ്റും. പക്ഷേ സീറോ ഹാർഡ്നെസ് ഉള്ള വെള്ളം എന്ന് പറയുന്നത് എന്താണ്? കൊറോസീവ് ആണ്. അത് എന്ത് ചെയ്യും? ദ്രവിപ്പിക്കും. ഓക്കെ, അതുകൊണ്ട് സീറോ ഹാർഡ്നെസ് ഉള്ള വാട്ടറിനെ നമ്മൾ റോ വാട്ടറിന് കുറച്ചെടുത്ത് മിക്സ് ചെയ്ത് നമ്മുടെ ഡിസയേർഡ് ഹാർഡ്നെസ്, നമുക്ക് ആവശ്യമുള്ള ഹാർഡ്നെസ്സിലോട്ട് കൊണ്ടെത്തിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോ നമ്മൾ നേരത്തെ ഹാർഡ്നെസിന്റെ ഡിസഡ്വാൻറ്റേജ് മാത്രമാണ് പറഞ്ഞത്. എന്നാൽ ഈ ഹാർഡ്നെസ് കൊണ്ട് എന്തുണ്ട്? അഡ്വാൻറ്റേജ് ഉണ്ട്. എന്താണ് അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ഇതിന്റെ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചതാണ്. ഹാർഡ്നെസ്, വെള്ളത്തിന് ഹാർഡ്നെസ് ഉണ്ടെങ്കിൽ അത് കാർഡിയോവാസ്കുലർ ഡിസീസസ് ഉണ്ടാവാനായിട്ടുള്ള റിസ്കിനെ എന്ത് ചെയ്യുമെന്ന് നമ്മൾ പഠിച്ചു? കുറയ്ക്കുമെന്ന് പഠിച്ചു. അപ്പോൾ ഹാർഡ് വാട്ടർ എന്ന് പറയുന്നത് CVD ഉണ്ടാകാതിരിക്കാൻ നല്ലതാണ്. ഓക്കെ, അതാണ് ഹാർഡ് വാട്ടർ കൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോ ഇത്രയാണ് മെയിൻ ആയിട്ടും ഹാർഡ്നെസ് ഓഫ് വാട്ടറിൽ വരുന്നത്. ഇനി അതിന്റെ സൈഡിലായിട്ട് കൊടുത്തിട്ടുള്ള ഒരു പ്രോസസ് ആണ് ഫ്ലൂറിഡിനേഷൻ ഓഫ് വാട്ടർ. ഓക്കെ, നമുക്കറിയാം വാട്ടറിൽ എന്താണ്? ഫ്ലൂറിൻ ഉണ്ട്. വാട്ടറിൽ, ഡ്രിങ്കിങ് വാട്ടറിൽ ഫ്ലൂറിന്റെ ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഉണ്ടാവും? ഡെന്റൽ കാരീസ്, പല്ലുകളിൽ പോട് വരും. എന്നാൽ ഫ്ലൂറിൻ കണ്ടന്റ് ഡ്രിങ്കിങ് വാട്ടറിൽ എക്സസ് ആയി കഴിഞ്ഞു, കൂടിക്കഴിഞ്ഞാൽ അതെന്ത് പറ്റും? ഡെന്റൽ ആൻഡ് സ്കെലിറ്റൽ ഫ്ലൂറോസിസ് ഉണ്ടാക്കും. അപ്പൊ കൂടിയാലും പ്രശ്നമാണ്, കുറഞ്ഞാലും പ്രശ്നമാണ്. അപ്പൊ നമുക്ക് ഈ ഡ്രിങ്കിങ് വാട്ടറിലുള്ള ഫ്ലൂറിന് ഒരു സേഫ് ലിമിറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എത്രയാണ്? 0.5 to 0.8 milligram per liter. This is the safe limit of fluorine in drinking water. പഠിച്ചു വെക്കണം. ഓക്കെ, ഇനി നമ്മുടെ ഡ്രിങ്കിങ് വാട്ടറിൽ ഒരു ഹൈ ലെവൽ ഓഫ് ഫ്ലൂറൈഡ് ഉണ്ടെന്ന് വെച്ചു. അത് കുറയ്ക്കാൻ, അതിനെ ഡീഫ്ലൂറിഡേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു സബ്സ്റ്റൻസ് ആണ് ഫോസ്ഫേറ്റ്. ഏത് സബ്സ്റ്റൻസ് ആണ് ഡീഫ്ലൂറിനേഷന് വേണ്ടി ആഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് സബ്സ്റ്റൻസ് ആണ്? ഫോസ്ഫേറ്റ് ആഡ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ഫ്ലൂറിൻ കണ്ടന്റ് വാട്ടറിൽ കുറയ്ക്കാൻ പറ്റും. ഇനി ഇതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കിന്റെ പേരാണ് നാൽഗോണ്ട ടെക്നിക് എന്ന് പറയുന്നത്. അത് ജസ്റ്റ് വേണമെന്നുള്ളൊരു നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ ഫ്ലൂറിഡിനേഷൻ ഓഫ് വാട്ടർ. അപ്പോൾ നെക്സ്റ്റ് സ്ലൈഡിൽ കൊടുത്തിട്ടുള്ളത് നമ്മൾ ഇതുവരെ പഠിച്ചതിന്റെ ഒരു സമ്മറി പോലെയാണ്. അപ്പോൾ വേണമെന്നുള്ളൊരു ഇത് ജസ്റ്റ് ഒന്ന് നോക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ ഇത്രയും കണ്ടന്റ്സ് ആണുള്ളത്. ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. അപ്പോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. വാട്ട് ഈസ് ദ അതർ നെയിം ഓഫ് ഹൈ ടെസ്റ്റ് ഹൈപ്പോക്ലോറൈറ്റ്? ഹൈ ടെസ്റ്റ് ഹൈപ്പോക്ലോറൈറ്റിന്റെ വേറൊരു പേരെന്താണ്? എന്താടാ? എന്താ അതിന്റെ പേര്? പെർക്ലോറോൺ. പെർക്ലോറോൺ ആണ് ഇതിന്റെ ആൻസർ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് കെമിക്കൽ ഈസ് യൂസ്ഡ് ആസ് ആൻ എമർജൻസി ഡിസിൻഫെക്ടന്റ്? ഒരു എമർജൻസി ഡിസിൻഫെക്ടന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കെമിക്കൽ ഏതാ? അയഡിൻ. ഓക്കെ, അയഡിൻ ആണ് യൂസ് ചെയ്യുന്നത്. ഇനി ടെമ്പററി ഹാർഡ്നെസ് ഓഫ് വാട്ടർ ഇസ് മെയിൻലി ഡ്യൂ ടു ഏതാ? കാൽഷ്യം ആൻഡ് മഗ്നീഷ്യം ബൈകാർബണേറ്റ്. ഓക്കെ, ടെമ്പററി ഹാർഡ്നെസ് ആണെങ്കിൽ ബൈകാർബണേറ്റ് ആണ് വരുന്നത്. ഓക്കെ, ഇനി വാട്ട് ഈസ് ദ ഹാർഡ്നെസ് ഓഫ് ഡ്രിങ്കിങ് വാട്ടർ? ഡ്രിങ്കിങ് വാട്ടറിന്റെ ഹാർഡ്നെസ് എത്രയാണ്? നമ്മൾ പറഞ്ഞു ഡ്രിങ്കിങ് വാട്ടറിന്റെ ഹാർഡ്നെസ് എന്ന് പറയുമ്പോൾ അത് മോഡറേറ്റ്ലി ഹാർഡ് ആയിരിക്കണം. അപ്പൊ അത് എത്രയാണ് വരുന്നത്? 1 to 3 milli-equivalent. ഓക്കെ, ഇനി വിച്ച് apparatus is used to find out chlorine demand of water? ഏതാണ്? നമ്മൾ പഠിച്ചു. ഏതാ? ഹൊറോക്സ് apparatus. ഓക്കെ, ഇനി ഇവിടെ നിന്ന് 2 മാർക്കിന് ചോദിക്കാൻ പറ്റുള്ള ക്വസ്റ്റ്യൻ ആണ് ബ്ലീച്ചിങ് പൗഡർ പെർക്ലോറോൺ. പെർക്ലോറോൺ ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ വേറൊരു പേരാണ് ഹൈ ടെസ്റ്റ് ഹൈപ്പോക്ലോറൈറ്റ്, HTH. ഇതൊരു കാൽഷ്യം കോമ്പൗണ്ട് ആണ്. ഇതിൽ 60 to 70% അവൈലബിൾ ക്ലോറിൻ ഉണ്ട്. ബ്ലീച്ചിങ് പൗഡറിനെ കാട്ടി മോർ സ്റ്റേബിൾ ആൻഡ് പവർഫുൾ ആണ് പെർക്ലോറോൺ. ഇത്രയും കാര്യങ്ങൾ എഴുതണം. ഓക്കെ, ഇനി എമർജൻസി ഡിസിൻഫെക്ഷൻ. എമർജൻസി ഡിസിൻഫെക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരെ എന്ത് എഴുതണം? അയഡിൻ. എങ്ങനെ എടുക്കണം? 2%, 2 drops ടിഞ്ചർ അയഡിൻ ആണ് എടുക്കാനുള്ളത്. 1 liter വാട്ടർ ഡിസിൻഫെക്ട് ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതിന്റെ ഡീമെറിറ്റ് എന്താണ്? അതും എഴുതണം. തൈറോയിഡ് ആക്ടിവിറ്റി, ഹൈ കോസ്റ്റ് കാര്യങ്ങൾ അതൊക്കെ എഴുതണം. ഓക്കെ, ഇനി ഹാർഡ്നെസ് ഓഫ് വാട്ടർ. അപ്പൊ ഹാർഡ്നെസ് ഓഫ് വാട്ടർ 2 മാർക്കിനാണ് ചോദിക്കുന്നതെങ്കിൽ എന്താണ് ഹാർഡ്നെസ് ഓഫ് വാട്ടർ? അത് എത്ര ടൈപ്പ് ഉണ്ട്? അതിന് കാരണമാകുന്ന സബ്സ്റ്റൻസ് ഏതൊക്കെയാണ്? ഇത്ര കാര്യങ്ങൾ എഴുതിയാൽ മതി. ഓക്കെ, വാരി വലിച്ച് എഴുതണ്ട. ഇനി ഈ ഹാർഡ്നെസ് ഓഫ് വാട്ടർ 5 മാർക്കിനാണ് ചോദിക്കുന്നതെങ്കിൽ ഹാർഡ്നെസ് റിമൂവ് ചെയ്യുന്ന മെത്തേഡ്സും കൂടെ നിങ്ങൾ എഴുതേണ്ടതായിട്ട് വരും. ഓക്കെ, ഇനി അടുത്ത ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഫ്ലൂറിഡിനേഷൻ ഓഫ് വാട്ടർ. നമ്മൾ ലാസ്റ്റ് പഠിച്ചതാണ്. 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും. പിന്നെ പെർമ്യൂട്ടഡ് പ്രോസസ്, ഹൗസ് ഹോൾഡ് ഫിൽറ്റേഴ്സ് ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ചേംബർലാൻഡ് ഫിൽറ്റർ, ബെർക്കി ഫീൽഡ് ഫിൽറ്റർ, കാറ്ററിൻ ഫിൽറ്റർ. ഇതിന്റെ എല്ലാം മെയിൻ കമ്പോണന്റ് എന്ന് പറയുന്നത് ഒരു കാൻഡിലാണ്.
ഇനി ഓരോ ഫിൽറ്റേഴ്സിന്റെയും ക്യാൻഡിൽ എന്ത് മെറ്റീരിയൽ വെച്ചിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു 2 മാർക്കിന് അത് എഴുതാം. ഓക്കെ, അപ്പൊ 2 മാർക്കിന് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഇനി 5 മാർക്കിന് ചോദിക്കാൻ പറ്റിയിട്ടുള്ളതാണ് ഏതൊക്കെ? ഡിസ്ഇൻഫെക്ഷൻ ഓഫ് വെൽസ്, അത് നമ്മൾ പഠിപ്പിച്ച അത്രയും കാര്യങ്ങൾ എഴുതണം. ഹൗസ് ഹോൾഡ് പ്യൂരിഫിക്കേഷൻ ഓഫ് വാട്ടർ, ഹൗസ് ഹോൾഡ് പ്യൂരിഫിക്കേഷൻ ഓഫ് വാട്ടറിൽ ഏതൊക്കെ വരും? ബോയിലിംഗ്, കെമിക്കൽ ഡിസ്ഇൻഫെക്ഷൻ, ഫിൽട്രേഷൻ, ഇത്രയും കാര്യങ്ങൾ എഴുതണം 5 മാർക്കിന്. ഓക്കെ, അടുത്തതാണ് ഡബിൾ പോട്ട് മെത്തേഡ് ഓഫ് ക്ലോറിനേഷൻ വിത്ത് ഡയഗ്രാം. ഓക്കെ, ഞാൻ പറയാൻ വിട്ടുപോയി. നമ്മുടെ ഡബിൾ പോട്ട് മെത്തേഡ് ഓഫ് ക്ലോറിനേഷൻ പഠിക്കുന്ന സമയത്ത് ആ ഡയഗ്രാം കൂടി നിങ്ങൾ വരച്ച് പഠിക്കണം. 2 പോട്ട് വരയ്ക്കുക. ഇന്നർ പോട്ടിനകത്ത് സാൻഡും ബ്ലീച്ചിങ് പൗഡറും മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അത് വരച്ച് പഠിച്ച് അത് വരയ്ക്കുകയും വേണം, എഴുതാൻ വേണം. എന്നിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് അതിന് 5 മാർക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, ഇനി അടുത്ത ഏതാ? ഹൊറോക്സ് അപ്പാരറ്റസ് ആൻഡ് ഇറ്റ്സ് പ്രൊസീജിയർ, നമ്മളിപ്പോ ലാസ്റ്റ് പഠിച്ചതാ. അടുത്ത ഏതാ? മെത്തേഡ്സ് ഫോർ ദ റിമൂവൽ ഓഫ് ഹാർഡ്നെസ് ഓഫ് വാട്ടർ. ഓക്കെ, അത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ 5 മാർക്കിന് ആയതുകൊണ്ട് മെത്തേഡ്സ് മാത്രം എഴുതിയാൽ പോരാ, നിങ്ങൾ ഫസ്റ്റ് തൊട്ട് എഴുതണം. എന്താണ് ഹാർഡ്നെസ്, എത്ര ടൈപ്പ് ഉണ്ട്, അതിന്റെ കാരണം എന്തൊക്കെയാണ്, ഹാർഡ്നെസ്സിനെ എക്സ്പ്രസ് ചെയ്യുന്ന ടേംസ്, അതുപോലെ തന്നെ സോഫ്റ്റ് വാട്ടർ, മോഡറേറ്റ്ലി ഹാർഡ് വാട്ടർ, വെരി ഹാർഡ് വാട്ടർ, ഇതിന്റെയൊക്കെ ഹാർഡ്നെസ് എത്രത്തോളമാണ്. എന്നിട്ട് വേണം നമ്മൾ റിമൂവൽ മെത്തേഡ്സ് കൂടി എഴുതാനായിട്ടുള്ളത്. ഓക്കെ, ഇനി ലാസ്റ്റ് 15 മാർക്കിന് ചോദിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനെ ഈ ഒരു പോർഷനിൽ നിന്നുള്ളൂ. സ്മോൾ സ്കെയിൽ പ്യൂരിഫിക്കേഷൻ ഓഫ് വാട്ടർ, അത് 15 മാർക്കിനായിട്ട് ABC പാർട്ടായിട്ടോ എങ്ങനെ വേണമെങ്കിലും ചോദിക്കും. ഓക്കെ, ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, എക്സാം ഒക്കെ നന്നായിട്ട് എഴുതുക. ഓക്കെ, താങ്ക് യു.